ഹായ് ഉമ്മാൻ്റെ പഠിക്കണ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുട്ടിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി തലേ ദിവസം തന്നെ 1 കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും, വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. എൻ്റെ വോയിസ് പലപ്പോഴും കട്ടായി പോകുന്നുണ്ട് വീഡിയോയിൽ. നമുക്കിവിടെ ലോക്ക്ഡൗണൊക്കെ ആയത് കാരണം അതിനുള്ള ഐറ്റംസ് ഒന്നും മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്കതൊക്കെ ശരിയാക്കാം. നിങ്ങളുടെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല വേവണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കടലിനേക്കാളും കുറച്ച് മുൻനിർത്തിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും കൂടി ചേർക്കാം. 4 വിസിലാകുമ്പോഴേക്കും കടല വേവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 5 ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കടലയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി വറവിടുന്നതിനായിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ടിത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക.